ഹലോ മൈ ഗേൾസ്. അപ്പം എൻ്റെ കസിൻ്റെ സ്കൂളിൽ ഏസ് ഫെസ്റ്റിവൽ ഡേ ആണ്. അവൾ മഞ്ചേരി ഏസിലാണ് പഠിക്കുന്നത്. അവൾ ഇന്ന് ഒപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒപ്പന കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കസിൻസും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ടെൻഷൻ നല്ലപോലെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന പാടെ അവർ ഗ്രീൻ റൂമിൽ റെഡി ആവുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി. നമ്മൾ എത്തിയ ടൈമിലൊന്നും അവൾ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടുള്ളല്ലോ, നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നൊരു ആശ്വാസമായി. പിന്നെ നമ്മൾ നേരെ ഫുഡിനുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോക്കണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ആൾ ഒപ്പനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ട് ഇനി കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കുന്ന കേട്ടോ. ടോക്കണൊക്കെ കൊടുത്തിട്ട് ഫുഡ് വന്നിട്ട് നോർമൽ നമ്മൾ സ്കൂളിലൊക്കെ കിട്ടുന്ന ഫുഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഫിഷും അതുപോലെ തന്നെ അച്ചാർ, പപ്പടം, പിന്നെ എന്തോ ഒരു കറിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളതായിട്ടോ. സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ദിവസത്തെ എന്തോ പ്രോഗ്രാംസും കാര്യങ്ങളായിരുന്നു. ഇത് ലാസ്റ്റ് ഡേ ആണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയ കുട്ടികൾക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒത്തിരി സ്റ്റുഡൻസിൻ്റെ പേരൻസും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഇന്ന് ഫസ്റ്റ് സെക്കൻഡും തേർഡൊക്കെ കിട്ടിയ സ്റ്റുഡൻസിന് എന്താ പറയുക, ടീമിന് ട്രോഫി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രോഗ്രാംസ് കുറച്ച് ഇരുന്ന് കണ്ടതിന് ശേഷം വേഗം വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ കസിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. എൻ്റെ ഫോൺ ഇനി ചതിച്ചു. അതുകൊണ്ട് എനിക്ക് ആ ഒരു വ്ളോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫോൺ ചതിച്ചെന്ന് പറഞ്ഞാൽ ഫോണിലെ ചാർജ് അങ്ങോട്ട് തീർന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു വ്ളോഗൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ നമ്മൾ കസിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.